എടാ നീ കമൻറ്റിലൊന്ന് നോക്കി. നിങ്ങൾ തെറിയായിരിക്കും അല്ലേ? തെറിയൊന്നുമല്ലപ്പോൾ, കുറച്ച് സജഷൻസാണ്. ഡിഫൻഡേഴ്സിന് ആവശ്യമായ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരുമോ? ഡിഫൻഡേഴ്സിനല്ല, കുറേ എങ്ങനത്തെ ഡിഫൻഡിങ് ടിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടുന്നു. വേറെ ഉണ്ട് ഇങ്ങനത്തെ? ഇപ്പം കുറച്ച് കൂടുതലാണ്. ഗുഡ് ഡിഫൻഡേഴ്സിന് ആവശ്യമായ നല്ല ടിപ്സുകൾ പറഞ്ഞു തരുമോ ചേട്ടാ? എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്താലോ? എന്നാൽ നമുക്ക് ഡിഫൻഡേഴ്സിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് പറയാം. ഒരു 5 ക്വാളിറ്റീസ് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. അല്ല, നീ ഇപ്പം തന്നെ ഒരു ഇൻട്രോ പറഞ്ഞോ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, സോക്കർ ലൈവ് മലയാളത്തിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫൻഡേഴ്സിനുള്ള 5 ക്വാളിറ്റീസാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലേക്കൊന്ന് കുത്തി പൊട്ടിച്ചോ. ഡിഫൻഡേഴ്സിന് ആവശ്യമായ ഒരു 5 ക്വാളിറ്റീസാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്ട്രെങ്ത് തന്നെയാണ് ഒന്നാമത്തെ ക്വാളിറ്റി ഡിഫൻഡേഴ്സിന് ആവശ്യമായത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഡിഫൻഡേഴ്സും കളിയിൽ സ്ട്രെങ്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് നല്ലോണം ഡിഫെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ സ്ട്രൈക്കേഴ്സിനെ ബീറ്റ് ചെയ്യുന്നതും കുറേ കളികളിൽ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ സ്ട്രെങ്ത് യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ബോൾ ഷീൽഡ് ചെയ്ത് വെക്കാൻ പറ്റും. കൂടുതൽ സ്ട്രൈക്കേഴ്സിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് ബോൾ ഷീൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ്. ഇപ്പം നിങ്ങൾ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുക, കുറച്ച് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി. ഡിഫൻഡേഴ്സ് ആണെങ്കിൽ മെയിനായിട്ട് സ്ട്രെങ്ത്തിന് വേണ്ടി ഉദാഹരണത്തിന് വെയിറ്റ് ട്രെയിനിങ് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ നല്ലൊരു ഡയറ്റ് എപ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂട്ടിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ് സ്പീഡ്. സ്ട്രെങ്ത് പറഞ്ഞ പോലെ തന്നെ ഒരു അത്യാവശ്യമായ ഒരു ക്വാളിറ്റിയാണ് സ്പീഡും. അതായത് സ്ട്രെങ്ത് ഇപ്പം മെയിനായിട്ട് ആവശ്യം സെൻറ്റർ ബാക്കിനാണ്. അതേപോലെ തന്നെ സ്പീഡ് അത്യാവശ്യ ഘടകമായി വരുന്നത് വിങ് ബാക്കേഴ്സിനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നല്ലൊരു കൗണ്ടർ അറ്റാക്കൊക്കെ വിങ്ങിലൂടെ വരുമ്പോൾ നമുക്ക് സ്പീഡിൽ റൺ ചെയ്ത് അത് തടയണമെങ്കിൽ നല്ല സ്പീഡുള്ള വിങ് ബാക്കേഴ്സ് തന്നെ ആവശ്യമാണ്. അപ്പോൾ സ്പീഡ് കൂട്ടാനുള്ള വർക്കൗട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. സ്പീഡ് ഒരു മെയിനായിട്ടുള്ള ഘടകമാണ് ഡിഫെൻഡിങ്. മൂന്നാമത്തെ ഒരു നല്ല ക്വാളിറ്റിയാണ് ഹെഡിങ് എബിലിറ്റി. അതായത് ഡിഫൻസിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഡിഫൻസീവ് ഹെഡേഴ്സാണ്. ഇപ്പോൾ ഒരു ഏരിയൽ ബോൾ വരുമ്പോൾ അതേപോലെ തന്നെ ക്രോസസ് പിന്നെ സെറ്റ് പീസുകളിലൊക്കെ ഹെഡ് ചെയ്തിട്ട് ബോൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഹെഡിങ് ടെക്നിക്കാണ്. അപ്പോൾ അതിനാവശ്യമായ ഡിഫൻസീവ് ഹെഡിങ്ങിൻ്റെ ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക നന്നായിട്ട്. ആ ഒരു ഡിഫൻഡർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായതും എന്താ പറയുക അനിവാര്യമായതും ഒരു ഘടകമാണ് ഡിഫൻസീവ് ഹെഡർ. നാലാമത്തെ മെയിനായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കുക. അതായത് ഒരു പേടിയൊന്നും ഇല്ലാണ്ട് ബോളിനെ അപ്രോച്ച് ചെയ്യുക, സ്ട്രൈക്കേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ ബോഡി യൂസ് ചെയ്ത് ഡിഫൻഡറെ ബീറ്റ് ചെയ്യുക. ഫൗൾ ചെയ്യാനല്ല പറയുന്നത്, മാക്സിമം നല്ല ടാക്കിൾസ് ചെയ്യുക, കോൺഫിഡൻ്റായ ടാക്കിൾസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പേടിയില്ലാണ്ട് പോയിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. അത് തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്കറുടെ മുമ്പിൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് കുറച്ച് അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കുക. അഞ്ചാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഡ്രിബിളിങ്ങുകൾ. നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു സ്ട്രൈക്കർ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രിബിളിങ് പെട്ടെന്ന് തന്നെ അവരെന്തായാലും ഒരു പിഴവ് വരുത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നിങ്ങൾ മുതലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഡ്രിബിൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അപ്പോൾ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുക. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രിബിളിങ്ങുകൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തായാലും ഒരു സ്ട്രൈക്കർ ബോളായിട്ട് വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഒരു പിഴവെങ്കിലും അത് അവർ വരുത്തി വെക്കും. അപ്പോൾ ആ പിഴവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം നിങ്ങൾ ആ ബോൾ ക്ലിയർ ചെയ്യുക, ആ പിഴവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണൊരു ബോണസ് ആയിട്ടുള്ളൊരു ടിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, സോക്കർ ലൈവ് മലയാളത്തിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്
നല്ലൊരു ഡിഫൻഡേഴ്സിന് ആവശ്യമായ എന്നാ നമ്മൾ പറഞ്ഞൊന്നാണ് കിട്ടിയില്ല ഇത്രയും നല്ല പാർട്ടി അതാണ് എനിക്ക് തോന്നിയത്.